കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വിവാദം മുറുകുന്നു. പ്രതിപക്ഷമായ UDF ആരോപണമുന്നയിച്ച് സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗത്തിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ അരങ്ങേറി. സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബിന്റെ ഇറങ്ങിപ്പോകലും ചെയർപേഴ്സണെ പ്രതിപക്ഷം ബന്ദിയാക്കലും നടന്നു. കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിവാദം മുറുകുകയാണ്. പ്രതിപക്ഷമായ UDF ആരോപണമുന്നയിച്ച് സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗത്തിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ അരങ്ങേറി. നഗരസഭാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് ഇറങ്ങിപ്പോകുകയും തുടർന്ന് തന്നെ ആക്ഷേപിച്ചു എന്ന ആരോപണവുമായി സെക്രട്ടറി ഹാൾ വിട്ട് പുറത്തുപോവുകയും ചെയ്തു. പിന്നാലെ നഗരസഭാ ജീവനക്കാർ സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരവുമായി രംഗത്തെത്തി. ഈ അവസരത്തിൽ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ച നഗരസഭാ ചെയർപേഴ്സണെ പ്രതിപക്ഷം ബന്ദിയാക്കി. തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തുന്തള്ളുമുണ്ടായി. UDF അംഗങ്ങൾ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് കൗൺസിലിനെത്തിയത്. ഇതേ അജണ്ട വെച്ച് കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിലിലും ഭരണപക്ഷ അംഗങ്ങൾ വിട്ടുനിൽക്കുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ സബ് കമ്മിറ്റി എടുത്തതിനു ശേഷം തീരുമാനങ്ങൾ എടുത്താൽ മതിയെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പദ്ധതിയിലെ വരാൻ പോകുന്ന അഴിമതി മുന്നിൽ കണ്ട് ഭരണകക്ഷി കൗൺസിലർമാർ തന്നെ സബ് കമ്മിറ്റിയുടെ ആവശ്യം ഉന്നയിച്ചത് LDF വെട്ടിലാക്കിയിട്ടുണ്ട്. അതേസമയം അഴിമതി ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനുള്ള നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി അംഗീകരിക്കില്ല എന്നും ചെയർപേഴ്സൺ രാജിവെക്കും വരെ സമരം ചെയ്യുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കറുപ്പണിഞ്ഞെത്തിയ UDF കൗൺസിലർമാർ നഗരത്തിൽ പ്രകടനവും നടത്തി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ നേതൃത്വം നൽകി. 13/4/2025 കൗൺസിൽ ചർച്ച ചെയ്ത് ഭൂരിപക്ഷ അംഗങ്ങളും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ അജണ്ട പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഇന്നൊരു കൗൺസിലെ വിളിച്ചിട്ട് ഈ കിടക്കുന്ന മാലിന്യ സംസ്കരണ വണ്ടിയുമായി ബന്ധപ്പെട്ട അജണ്ട ഇന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു. ആ ചർച്ചയിൽ ഒരംഗത്തിന് 4 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കില്ല എന്ന മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ധാർഷ്ട്യമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDF തന്നെ 2-3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എണീറ്റ് വിയോജനക്കുറിപ്പ് പറഞ്ഞ് അവർ ഈ പദ്ധതിയെ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ ചെയർപേഴ്സൺ ഏകപക്ഷീയമായി അജണ്ടയെല്ലാം പാസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞ് സഭ പിരിച്ചുവിട്ട് പുറത്തു പോകാൻ ശ്രമിക്കുകയായിരുന്നു. കായംകുളത്തെ ഏതാണ്ട് 1,79,00,000 രൂപയുടെ മുൻകൂർ അനുമതി കൊടുത്ത നടപടി ഇന്ന് 2 അജണ്ടകളായിട്ടാണ് ചർച്ചയ്ക്ക് വന്നത്. നിസ്സാരമായ ഒരു കാര്യത്തിൽ LDF തന്നെ ഒരു കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോൾ അതിൽ പ്രകോപിതയായി ചെയർപേഴ്സൺ ബഹളം വെച്ച് സ്വയം നഗരസഭാ കൗൺസിൽ പിരിച്ചുവിടുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ 1,75,00,000 രൂപയുടെ മുൻകൂർ കൊടുത്ത അനുമതി അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഈ ചെയർപേഴ്സൺ കായംകുളം പട്ടണത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കത്തില്ല. ഭൂരിപക്ഷം വരുന്ന കൗൺസിലർമാർ ഇതിനെതിരായിരുന്നു. കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ മിനിറ്റ്സിൽ രേഖപ്പെടുത്തത്തില്ല. ഇത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഇത് കായംകുളം നഗരസഭയാണ് ധിക്കാരപൂർവ്വം ഒരു സമീപനം സ്വീകരിച്ചാണ് ചെയർപേഴ്സൺ. അതുകൊണ്ട് തന്നെ ചെയർപേഴ്സൺ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. കെ പുഷ്പദാസ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, PC റോയി, ബിഥു രാഘവൻ, ബിജു നസ്രുള്ള, അൻസാരി കോയിക്കലേത്ത്, R സുമിത്രൻ, അൻഷാദ് വാഹിദ്, ലേഖ സോമരാജൻ, ഗീത PK അമ്പിളി, ഷീജ റഷീദ്, അംബിക, മിനി സാമുവൽ, ഷൈനി ഷിബു എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.